ങ്ങളെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണത്തിനായിരുന്നു പാകിസ്ഥാന്റെ ശ്രമം. പക്ഷേ ആ ശ്രമം ഇന്ത്യ തടഞ്ഞു എന്ന് മാത്രവുമല്ല, എന്താണ് സൈനിക ശക്തി എന്ന് ഇന്നലെ രാത്രി ഇന്ത്യ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ ലാഹോർ, ഇസ്ലാമാബാദ്, കറാച്ചി ഈ മൂന്നിടങ്ങളിലും തീമഴ പെയ്യിക്കാൻ ഇന്ത്യയുടെ സൈന്യത്തിന് സാധിച്ചു. ഇത് പാകിസ്ഥാനുള്ള മുന്നറിയിപ്പാണ്. പ്രത്യേകിച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വസതിക്ക് തൊട്ടടുത്തുവരെ എത്തി നിർത്തി ഇന്ത്യ ആ ആക്രമണം. ഇത് തന്നെയാണ് അറിയിപ്പ്. ഇനിയും തുടർന്നാൽ എന്ത് എന്ന് ഒരു പക്ഷേ പാക് ഭരണകൂടത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. നോക്കാം ആദ്യം പ്രധാന തലക്കെട്ടുകൾ. അടിയിരുന്നു വാങ്ങിയ പാകിസ്ഥാൻ പരിഭ്രാന്തിയിൽ. ഇന്ത്യക്ക് നേരെ വീണ്ടും ആക്രമണ ശ്രമങ്ങൾ. കറാച്ചിയിലടക്കം തിരിച്ചടിച്ച് ഇന്ത്യൻ സേന. ഷഹബാസ് ഷെരീഫിന്റെ വീടിന് അടുത്തുവരെ സ്ഫോടനം. ഇമ്രാൻഖാന്റെ മോചനം ആവശ്യപ്പെട്ട് അനുകൂലികൾ തെരുവിൽ. ഇന്ന് പുലർച്ചെയും ജമ്മുവിൽ പാകിസ്ഥാന്റെ പ്രകോപനം. തൊടുത്ത ഡ്രോണുകൾ വെടിവെച്ചിട്ടു. ഇന്നലെ കശ്മീരിലെ ലഡാക്ക് മുതൽ ഗുജറാത്ത് ഭുജ് വരെ ഇന്ത്യൻ സേന തകർത്തത് 50ഓളം പാക് ഡ്രോണുകൾ. ലേയിലെ സൈനിക കേന്ദ്രവും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടു. അതിർത്തി പോസ്റ്റുകൾക്ക് നേരെ ഇന്നും പാകിസ്ഥാന്റെ വെടിവെപ്പ്. ഉറിയിൽ തദ്ദേശവാസിയായ സ്ത്രീ മരിച്ചു. പൂഞ്ചിലും ഒരു മരണം. തിരിച്ചടിച്ച് ഇന്ത്യ. ജമ്മു സുരക്ഷിതമെന്ന് സൈന്യം. സ്ഥിതി വിലയിരുത്താൻ ഒമർ അബ്ദുള്ള. പഞ്ചാബിൽ അതീവ ജാഗ്രത. അമൃത്സറിൽ ആരും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന് മുന്നറിയിപ്പ്. ബരാമുള്ളയിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചു. സംഘർഷ സാഹചര്യവും നടപടികളും വിശദീകരിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം. ഉന്നതതല യോഗം വിളിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. മുംബൈയിലും കനത്ത ജാഗ്രത. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. പാകിസ്ഥാന് വിറപ്പിച്ച് ഇന്ത്യ. ഇന്ത്യ പാക് അതിർത്തി മേഖലകൾ യുദ്ധസമാനമാണ്. ഇന്ന് പുലർച്ചെയും ജമ്മുവിനെ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ ഡ്രോണുകൾ അയച്ചു. ഇന്നലെ രാത്രി 2 മണിക്കൂറോളം നീണ്ട പ്രകോപനത്തിന് ശേഷമാണ് ഇന്ന് പുലർച്ചെ വീണ്ടും പാകിസ്ഥാൻ കൈവിട്ട കളിക്കൊരുങ്ങിയത്. ഡ്രോണുകൾ ഇന്ത്യ വെടിവെച്ചിട്ടു. അതിർത്തി പ്രദേശം ഇപ്പോഴും ബ്ലാക്ക് ഔട്ടിൽ ആണ്. ഇന്നലെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ വിറച്ചിരുന്നു. ഇസ്ലാമാബാദിലേക്കും കറാച്ചിയിലേക്കും റാവൽപിണ്ടിയിലേക്കും അടക്കം ഇന്ത്യ കനത്ത ആക്രമണം ആണ് നടത്തിയത്. കറാച്ചി കത്തിച്ചാമ്പലായ സ്ഥിതിയിലായി. എന്നിട്ടും അടിയിരന്നു വാങ്ങുന്ന പ്രകോപനമാണ് പാകിസ്ഥാൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അതിർത്തിയിലൂടെ വ്യാപകമായി നുഴഞ്ഞു കയറാനും പാകിസ്ഥാൻ ഭീകരരുടെ ശ്രമം തുടരുന്നുണ്ട്. ഇതും സൈന്യം കരുതലോടെയാണ് തകർത്തത്. ഇന്ത്യ അതിർത്തിയിൽ ഭീകരരെ വധിച്ചതായ വാർത്തകളും ഇന്നലെ അർദ്ധരാത്രിയോടെ പുറത്തു വന്നിരുന്നു. ഉറിയിൽ ഇന്ത്യ സേനാ നീക്കം തുടരുന്നുണ്ട്. രാവിലെ വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. 3 സേനകളുടെയും മേധാവിമാരെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രാവിലെ കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ER രാഗേഷാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, ഇന്നലെ രാത്രി എന്താണ് ഇന്ത്യയുടെ സൈനിക ശക്തി എന്ന് പാകിസ്ഥാൻ അറിഞ്ഞിരുന്നു. പക്ഷേ ഇന്നും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനമുണ്ടാകുന്നു. പിടിച്ചു നിൽക്കേണ്ടത് പാകിസ്ഥാന്റെ ആവശ്യമാണ്. തീവ്രവാദ ശക്തികളെ ഉന്മൂലനം ചെയ്ത പശ്ചാത്തലത്തിൽ അവരെ ബോധിപ്പിക്കാനെങ്കിലും എന്തെങ്കിലും ചെയ്തേ പറ്റൂ പാകിസ്ഥാന്. അതല്ലേ ഇപ്പോൾ ഈ അതിർത്തിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? അതെ അഭിലാഷ്, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം തുടരുകയാണ്. കാരണം ഇന്ത്യ തിരിച്ചടിയാണ് നൽകിയത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പാണ് ഓപ്പറേഷൻ സിന്ദൂർ തുടക്കമിട്ടത്. അത് ഭീകര താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു. അത് പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും
ഭീകരത്താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയുടെ ആക്രമണം. പക്ഷേ അതിനുശേഷം ഇന്ത്യ ഭീകരത്താവളങ്ങളാണ് ലക്ഷ്യമിട്ടതെങ്കിൽ തിരിച്ച് പാകിസ്ഥാനെ ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ല. കാരണം ഇന്ത്യയിൽ ഭീകരത്താവളങ്ങളില്ല, പകരം സൈനിക താവളങ്ങളാണ് പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചത്. ഏതാണ്ട് ജമ്മു കശ്മീർ മുതൽ ഗുജറാത്ത് വരെയുള്ള ഏതാണ്ട് 5 സംസ്ഥാനങ്ങളിൽ എന്ന് പറയാം, ഹരിയാനയിലെ ആദംപൂർ അടക്കമുള്ള മിലിറ്ററി സ്റ്റേഷനുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണ് അന്ന് രാത്രി, അതായത് മിനിഞ്ഞാന്ന് രാത്രി പാകിസ്ഥാൻ നടത്തിയത്. അതെല്ലാം തന്നെ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം തകർത്തു. അതിനുശേഷം അതിന് മറുപടി എന്നോണം ഇന്ത്യ തിരിച്ചടി നൽകി. അങ്ങനെയാണ് ലാഹോറിലൊക്കെ തന്നെ അവരുടെ സംവിധാനങ്ങളെ തകർത്ത് മുന്നേറാൻ ഇന്ത്യക്ക് സാധിച്ചത്. പക്ഷേ അതിനുശേഷവും അവസാനിപ്പിക്കാനില്ല എന്ന് പാകിസ്ഥാൻ ആവർത്തിക്കുകയാണ്. അതിന്റെ തുടർച്ചയായാണ് ഇന്നലെ രാത്രി ഏതാണ്ട് 8:30 പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം തുടർന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പ്രകടമായിരുന്നു. ജമ്മുവിന്റെ ആകാശത്ത് മിസൈലുകൾ, ഡ്രോണുകളൊക്കെ തന്നെ വരുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതെല്ലാം ചെറുക്കാൻ ഇന്ത്യയുടെ സേനയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചു. കശ്മീരിൽ മാത്രമല്ല, പഞ്ചാബിൽ പഠാൻകോട്ട്, അമൃത്സർ, ഒപ്പം തന്നെ താഴേക്ക് വന്നാൽ ശ്രീഗംഗാനഗർ, രാജസ്ഥാനിലെ ശ്രീഗംഗാനഗർ, ഗുജറാത്തിലെ ഭുജ് തുടങ്ങി എല്ലാ മേഖലകളിലും ഒരേ സമയം ഇത്തരത്തിൽ ആക്രമണ പദ്ധതിയിട്ടു പാകിസ്ഥാൻ. പക്ഷേ അതെല്ലാം തന്നെ പ്രതിരോധിക്കാൻ സേനയ്ക്ക് സാധിച്ചു. നിയന്ത്രണ രേഖയിലും സമാനമായ രീതിയിൽ അഗ്നൂർ സെക്ടറിലടക്കം ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണത്തിന് നീക്കം നടന്നു പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന്. അതിനെ എല്ലാം തന്നെ ചെറുത്തു തോൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം ഏതാണ്ട് 2 മണിക്കൂറിന് ശേഷം 10:30 ഇന്ത്യ പ്രത്യാക്രമണം തുടങ്ങിയത്. പ്രധാനപ്പെട്ട നഗരങ്ങൾ സിയാൽകോട്ട്, ഒപ്പം തന്നെ റാവൽപിണ്ടി, കറാച്ചി തുടങ്ങിയ ഇടങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ ലക്ഷ്യം വെച്ചു. സൈനിക താവളങ്ങൾ തന്നെയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചതെന്ന് തന്നെ പറയാം. പക്ഷേ എവിടെയൊക്കെ ഏതൊക്കെ തരത്തിൽ ആക്രമണത്തിന്റെ വ്യാപ്തി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനിയും അറിയേണ്ടതുണ്ട്. അക്കാര്യം പുറത്തു വരേണ്ടതുണ്ട്. സൈന്യം തിരിച്ചടി നൽകിയെന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഏതൊക്കെ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചു എന്ന് വ്യക്തമാക്കിയിട്ടില്ല. തീർച്ചയായും അത് സൈനിക താവളങ്ങൾ ലക്ഷ്യം വെക്കുമ്പോൾ സൈനിക കേന്ദ്രങ്ങൾ തന്നെയായിരിക്കും ഇന്ത്യ ലക്ഷ്യം വെച്ചത്. കാരണം ഇന്ത്യ ആദ്യം മുതൽ ഉറപ്പിച്ചു പറയുന്ന ഒരു പ്രധാനപ്പെട്ട നിലപാടുണ്ട്. സാധാരണക്കാരെ അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നില്ല, പകരം ഭീകര താവളങ്ങളെയാണ് ലക്ഷ്യം വെക്കുന്നത്. മാത്രവുമല്ല, പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ അതേ തിരിച്ചടി ഉണ്ടാകുമെന്നാണ്. അപ്പോൾ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെക്കുമ്പോൾ തിരിച്ചും അത്തരമൊരു ആക്രമണമായിരിക്കാം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇന്നലെ ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷേ അതിനുശേഷവും പാകിസ്ഥാൻ നിർത്തുന്നില്ല. ഇന്ന് രാവിലെ ഏതാണ്ട് 4:15 പാകിസ്ഥാന്റെ ഭാഗത്ത് വീണ്ടും ഡ്രോണുകൾ അയക്കുന്ന നടപടിയിലേക്ക് കടന്നത്. ഏതാണ്ട് 15 മിനിറ്റ് നേരം ജമ്മുവിന്റെ ആകാശത്ത് ഡ്രോണുകൾ കണ്ടിരുന്നു. അതിനെയും തുരത്താൻ സൈന്യത്തിന് സാധിച്ചു. പക്ഷേ ഇന്നലെ രാത്രി മുതൽ വലിയ സംഘർഷം നടക്കുന്ന മേഖല എന്ന് പറയുന്നത് നിയന്ത്രണ രേഖയാണ്. അത് അന്താരാഷ്ട്ര അതിർത്തിയാകട്ടെ, നിയന്ത്രണ രേഖയാകട്ടെ, ഇവിടെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നുണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന്. പ്രത്യേകിച്ച് ജമ്മു മേഖലയിലെ രജൌരി മുതൽ വടക്കൻ കശ്മീരിലെ കുപ്വാരയും ബാരാമുള്ള വരെയുള്ള മേഖലകളിലൊക്കെ തന്നെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ, അതിനപ്പുറം ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയൊക്കെ തന്നെ ആക്രമണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ 16 പേരാണ് കൊല്ലപ്പെട്ടതെങ്കിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി നടത്തിയ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദുഃഖകരമായ കാര്യം. കാരണം ഒന്ന് ഉറിയിലാണെങ്കിൽ മറ്റൊന്ന് പൂഞ്ചിലാണ്. ഉറി സെക്ടർ എന്ന് പറയുന്നത് ബാരാമുള്ള ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ബാരാമുള്ള ജില്ലയുടെ ഒരു ഭാഗമാണ്. അവിടെ റസേർ വാനി എന്ന പ്രദേശത്ത്, അത് LOCയോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ്. അവിടെ ഉണ്ടായിരുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായപ്പോൾ ബങ്കറിൽ അഭയം തേടിയ